Warm greetings to all the viewers of UBL HD. Welcome to another episode of Wonder Woman, where the success of a woman is an inspiration to another. In the Nammal Nilkunda Kochilana, and we've come here to meet a personality, a beautiful person, a Wonder Woman, who is going to give us an insight on our traditional values, especially when it comes to saris, organic, hand printed. അങ്ങനത്തെ പല കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയാൻ മേലാത്ത പല കാര്യങ്ങൾ she's going to give us an insight on. So to hear her more, follow me. Shruti Prajosh ആണ് നമ്മുടെ ഇന്നത്തെ വണ്ടർ വുമൻ. സോ ബിഫോർ വി സ്റ്റാർട്ട് അവർ ചാറ്റ്, നോർമലി ശ്രുതി ഞങ്ങൾ എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ബാക്കിയൊക്കെ കാണിക്കുന്നത്. പക്ഷേ വിൽ ഗോ ഫോർ എ ചേഞ്ച് ടുഡേ. നമ്മൾ ആദ്യം ശ്രുതിയുടെ അടുത്ത് ഇവിടെ എന്താണ് സംഭവം എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് ദെൻ വി വിൽ ഗെറ്റ് ഇൻ ടു ഹർ സ്റ്റോറി. എങ്ങനെയാണ് ഇതൊക്കെ ആയത്, ശ്രുതി എങ്ങനെയാണ് ഇന്നത്തെ ശ്രുതി ആയത്. That is for us to know. അപ്പം ശ്രുതി ഒന്ന് കാണിക്കാമോ, ലൈക്ക് വാട്ട് ഈസ് ദിസ് ഓൾ ബീങ് ഹങ് ഔട്ട് ഹിയർ? So it's all handcrafted stuff. Okay. There are handlooms, there are handcrafted sarees. Okay. So I think I'll show you a Pondru Khadi. Okay. അതെന്താന്നൊരു പറയണേ, പോന്ദ്രു ഖാദി എനിക്ക് മനസ്സിലാവില്ല. For sure. So this is a Pondru Khadi. It's from Andhra. ആന്ധ്രയില് ശ്രീകാകുളം എന്ന് പറഞ്ഞ ഒരു ക്ലസ്റ്ററിന്ന് വരുന്ന ഖാദിയാണ്. Okay. So the particular fabric is actually said one of the world's finest khadi. World's finest khadi. World's finest khadi comes from Srikakulam എന്നാണ് പറയുന്നത്. അപ്പം this is the khadi sari. It has a Ganga Jamuna motif, I mean borders, രണ്ട് കളറിലാണ്. രണ്ട് കളറിൽ. These buttas are there. It's woven in Jamdani technique. Okay. It comes very with a pretty. ഭയങ്കര ഒരു എലഗന്റ്, ഇതുകൊണ്ട് എനിക്ക് നല്ലൊരു എലഗന്റ് ഫീൽ ആണെന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതെ, അത് ബോഡിയിലും ഉണ്ട് ആ പ്രിന്റ്. അതെ, പ്രിന്റ് അല്ല, ആക്ച്വലി ഇറ്റ്സ് എ വീവ്. അപ്പം ദ മോട്ടീവ്സ് ആർ വോവൻ. അപ്പം ഇറ്റ്സ് എ സ്പെഷ്യൽ ഖാദി. അപ്പം ഒരുപാട് നമ്മുടെ അടുത്ത് പീസസ് ഉണ്ടാവില്ല, ബിക്കോസ് ഇറ്റ്സ് ഹാൻഡ്ലൂം, ഇറ്റ്സ് ഹാൻഡ് ക്രാഫ്റ്റ്. അപ്പൊ ഇതിന്റെ ഇറ്റ്സ് എ ഹാൻഡ് സ്പൺ ഖാദി, റൈറ്റ് ഫ്രോം അതിന്റെ ത്രെഡ് മുതല്. എത്ര ദിവസം എടുക്കും ഇങ്ങനെ ഒരു സാരി? Usually we say it takes nearly at least 7 days. At least 7 days to weave one saree. ഡിഫറെന്റ് ആയിട്ടുള്ളത്. Yeah. So ഇവിടെ കാണുന്ന ഓരോന്നും ഓരോ സ്റ്റേറ്റിലെ ഓരോ ക്ലസ്റ്റേഴ്സിലെ ഡിഫറെന്റ് സാരീസ്. And I'm just showing a few. Okay. So this is actually a Gadwal saree. Gadwal. Okay. So it's again ഒരു cotton body and silk borders. ഇത് ചിലപ്പോൾ പ്രിയയുടെ അമ്മയുടെ വാർഡ്രോബിലൊക്കെ ഒരെണ്ണുണ്ടാവും. ഇറ്റ്സ് എ വെരി ട്രഡീഷണൽ സാരി. ഇതിന്റെ ഇറ്റ്സ് എ ട്രഡീഷണൽ ഗദ്വാൽ. ട്രഡീഷണൽ ഗദ്വാൽ ആണ് കോട്ടൺ ബോഡി ആൻഡ് സിൽക്ക് ബോർഡേഴ്സ് ആയിട്ട് വീവ് ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് കുത്ത് ബോർഡേഴ്സ്. Okay. അതായത് ബോഡി വീവ് ചെയ്യുന്നതും പല്ലു വീവ് ചെയ്യുന്നതും ബോർഡേഴ്സ് വീവ് ചെയ്യുന്നതും വേറെ വേറെ വീവേഴ്സ് ആണ്. 3 പേര് ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു സാരിക്ക്. ഇറ്റ്സ് എ ട്രഡീഷണൽ ഗദ്വാൽ സാരി. ഈ കലംകാരി റൺ ചെയ്യുന്നതിന്റെ ഒരു ചാം എന്താന്ന് വെച്ചാല്, ചിലപ്പോ പീപ്പിൾ കം ടു മീ ആൻഡ് ആസ്ക്, ശ്രുതി കുത്ത് ബോർഡറിലുള്ള ഗദ്വാൽ ഉണ്ടോ, അല്ലെങ്കിൽ രുദ്രാക്ഷം മോട്ടീവ് ഉള്ള ഗദ്വാൽ ഉണ്ടോന്ന്. ദാറ്റ്സ് വേർ I get a high. Well, actually speaking, honestly speaking, I have no clue about all this. പക്ഷേ എനിക്കിതൊക്കെ കേൾക്കുമ്പോഴും ഇപ്പം ശ്രുതി ഓരോന്ന് പറയുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ബിക്കോസ് I do not know anything about this. ഇത്രയും ആർട്ടിസൻസ് ഉണ്ടായി, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് സാരികൾ ഇറക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും അതൊരു മാറ്റർ ഓഫ് പ്രൈഡ് തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ്. ആക്ച്വലി I'm falling in love with these sarees. So we say each saree has a story. That's our tagline. Yeah. And each saree, I've heard that line before also. Yeah. Each saree has a story. Each saree Everything has a story. So this is an Orissa cotton saree. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അധികം ആൾക്കാർ ഉടുക്കാത്ത
മേ ബി മേടിക്കാത്ത ഒരു എനിക്ക് ഇച്ചിരി കട്ടിയുണ്ടെന്ന് തോന്നുന്നു, കുറച്ചും കൂടെ കട്ടിയുണ്ട്. ഇറ്റ്സ് മെസ്സറൈസ്ഡ് കോട്ടൺ, പക്ഷെ ഇറ്റ്സ് ഫ്രം ഒറിസയിലത്തെ ക്ലസ്റ്റേഴ്സ് എന്നാണ്. ഒറിസയിലും ഇക്കത്താണിത്, ടൈഡൈ ചെയ്തിട്ടാണ് ഇത് വീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ നൂല് ആദ്യം ടൈഡൈ ചെയ്തിട്ടാണ് ഈ ഡിസൈൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യു കെൻ അസ്യൂം എന്തോരം മാത്തമാറ്റിക്കൽ പ്രിസിഷൻ ഇതിന് വേണം. അപ്പൊ ബംഗാളിൽ നിന്നുള്ള വീവ്സിന്, ഒറിസയിൽ നിന്നുള്ള വീവ്സിനൊക്കെ ഫിഷസ് ഒക്കെ കാണും. അപ്പോൾ അത് ഓരോ റീജിയന്റെ കൾച്ചറാണ് ഇതിനകത്ത് കാണുന്നത്. അതെ. പക്ഷെ നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ, ഈ ഒരു സാരിയുടെ ഹാർഡ് വർക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞാലും, നമ്മൾ ഒരാൾ ഇങ്ങനെ ഉടുത്തോണ്ട് പോയി കണ്ട് നമ്മൾ ആ കാണുന്ന എന്താ, അതിന്റെ റെഡ് കളർ കാണും, ഓക്കെ മുന്താണി ഇങ്ങനെ ഒരു പ്രിന്റ് ആണ്, റെഡ് കളറാണ്, ഇതാണ് ഓക്കെ, കുഴപ്പമില്ല, തീർന്നു. പക്ഷെ ഇതിന്റെ പുറയിലുള്ള ഹാർഡ് വർക്ക്, ഇതിന്റെ പുറയിൽ എന്തുമാത്രം ഈ പറഞ്ഞ പോലെ ആ കാൽക്കുലേഷൻ അല്ലെ, അതിന്റെ ഈ എന്താ പറയുക, ടൈ ചെയ്ത് അതിന്റെ ആ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ മാത്തമാറ്റിക്കൽ പ്രിസിഷൻ ആണ്. അതായത് ഒരു സാരി ചെയ്യാനായിട്ട് ഒരു എലാബറേറ്റ് ടൈഡൈ ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു മാത്തമാറ്റിക്കലി ഒരു മാസ്റ്റർ വീവറിനെ പറ്റുള്ളൂ. സോ നമുക്കിനിയും ശ്രുതിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ഹൗ ഡിഡ് ശ്രുതി ബിക്കം ആൻ ഓൺട്രപ്രണർ? ഞാൻ ശ്രുതിയുടെ സ്റ്റോറി കുറച്ച് നേരത്തെ കേട്ടോണ്ട് ഐ എം ജസ്റ്റ് ഗിവിംഗ് യു എ സ്മോൾ ഹിന്റ്, ലൈക്ക് ശ്രുതി വാസ് നെവർ an entrepreneur. She had studied something else. So Shruti, we would love to know like how you became an entrepreneur. Yeah? Sure. All right. So follow us. ഇത് ശ്രുതിയുടെ ഫസ്റ്റ് ഷോപ്പാണോ? അല്ല, കൊച്ചിനിൽ ഇതിപ്പോൾ എൻ്റെ 3rd സ്റ്റോറാണ്. ഓക്കെ. സോ വി ഹവ് ബീൻ ഹിയർ ഇൻ കൊച്ചിൻ ഫ്രം 2010 probably. Yeah. Okay. And Mumbai, where were you? So my brand started off from Dubai. Okay. I've done around 120 trunk shows in and around GCC. And then I started my own store. So the brand was there. I mean, the initial stage was there. Okay. And then when I moved for good to Cochin around 3 years back, I stopped my operations in Dubai. But by then Cochin store had already started around 2010. So were you always into this textile industry? No, I am not. I'm actually a postgraduate in journalism and mass communication, and I've already nowhere close to textile. Okay. Yeah, but then I'm a master in advertising as well. So promotion is what I do even now. But I'm a textile enthusiast. All my life, I've seen my grandmother and my mother holding handlooms. Appo a steel alamariyil handixum handloomsum kanda valarna. I've always had that definitely. And you had this the color combination, the sense of mixing colors. Anganake you had it inside adaru eppallu idu passion aayittu aayirunno ado? Actually, my passion is not colors and designs. I'm into textiles. I like textiles basically. So when you go to these people, do you give them the colors, or they just give you them prints and they just give you the colors? I personally believe weavers are the biggest designers in the industry. So I completely rely on them. And I do not enter into their designing thing unless and until there is some intervention required. ഇപ്പം ചില ഹാൻഡ്ലൂം, അതായത് ഇപ്പോൾ നമ്മൾ കേരള കൈത്തറി പ്രോജക്റ്റ് റൺ ചെയ്യുന്നുണ്ട് ഫോർ ലാസ്റ്റ് 7 years. അപ്പം നമ്മളിവിടെ കുത്താമ്പള്ളിയിലുള്ള വീവേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എവറി 7 years, ഐ മീൻ ത്രൂ ഔട്ട് ദ ലാസ്റ്റ് 7 years വി ഹവ് ബീൻ വർക്കിംഗ് വിത്ത് ദം. അപ്പോൾ അവിടെ എന്തെങ്കിലും ഡിസൈൻ ഇന്റർവെൻഷൻ വേണം. ഇപ്പോൾ കസവ് ഓൾ ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് കസവ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വി ഇൻട്രൊഡ്യൂസ് കളേഴ്സ് ടു ഇറ്റ്, വി ഇൻട്രൊഡ്യൂസ് സർട്ടൻ ടെക്നിക്സ് ടു ഇറ്റ്. ബിക്കോസ് ഐ വർക്ക് വിത്ത് ഡിഫറെന്റ് അതർ ക്ലസ്റ്റേഴ്സ്. ഞാൻ ചന്തേരിയിലുള്ള ഒരു മാസ്റ്റർ വീവറായിട്ട് കണക്ട് ചെയ്യിപ്പിച്ച് we brought in some intervention. That is possible. So you mix all these I do, yeah. So that it's sustainable and it's going on, so that the loom runs throughout the year. Okay. അല്ലാണ്ട് കസവ് നമ്മൾ വിഷുവിന് ഓണത്തിനല്ലേ ഉടിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ ചെറിയ ഇന്റർവെൻഷൻസ് ചെയ്യും. അതർവൈസ് ഐ സ്റ്റിക്ക് ടു ദ ഒറിജിനൽ. ആൻഡ് ഇവിടുത്തെ ക്രൗഡിന്, when I say ഇവിടുത്തെ crowd means Kerala crowd, do they welcome kalamkari? Actually, I mean, very upset regarding that, because when I moved from Dubai, I feel it's a little, people are not very receptive, as in people do not know much about handlooms. ഇവിടെ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ കോട്ടൺ സാരി അല്ലെങ്കിൽ ഒരു കസവ് സാരി, അത്രേ ഉള്ളൂ. ഒരു ഹാൻഡ്ലൂം സാരി ഉടുക്കുന്നതും ഒരു നോർമൽ കോട്ടൺ സാരി ഉടുക്കുന്നതും തമ്മിലുള്ള ആ ഫീല് ഒന്ന് പറയാമോ? ലൈക്ക് വാട്ട് ഈസ് ദ ഡിഫറൻസ്? ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി മെയ്ഡ് ബൈ ഹാൻഡ്. ഇറ്റ്സ് നോട്ട് എ മിൽ മെയ്ഡ് തിങ്. ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് ദ ഫാക്ടറി. സോ യു വുഡന്റ് ഹാവ് റെപ്ലിക്കാസ്. ഒരു 100 എനിക്ക് കളർ ചേഞ്ചസ് തരാൻ പറഞ്ഞാലൊന്നും തരാൻ പറ്റില്ല. ഓക്കെ. ഈച്ച് സാരി
for the least I can mention 7 days എടുക്കും ഒരു സാരി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ it's a time consuming process. There is money involved, there's labor involved, there's a lot of things involved. Right. അപ്പോൾ അതിന്റെ comfort is different. If you are a handloom wearer, you will for the till your end of life you will be a handloom wearer. Shruti, ഒരു person, if she's got a bigger frame, okay, അങ്ങനെ ഒരാൾക്ക് when they go for a handloom, will they look more wider or will they look a little bit thin? കാരണം നമുക്കറിയാം, ഞാനൊക്കെ ഉണ്ട് പറയില്ലേ, ഇനി ഏത് ഉടുപ്പിട്ടാലും മെലിഞ്ഞ് തോന്നണമെന്നുള്ള ആഗ്രഹത്തോടെ ഇടുന്ന വീട്ടിൽ. സോ അങ്ങനെ ഒരു ഇത് വെച്ച് ഞാൻ ചോദിച്ചാൽ, ലൈക്ക് അപ്പോൾ ഹാൻഡ്ലൂമിന് will handloom make you look wider or will it make you look thinner? I think that's a very controversial question. First of all, we do not believe in body shapes and things. So, no, but whoever comes in, it's not that believing in adala ചോദിച്ചേ, but it's ആ ഉടുക്കുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ നമുക്ക്, അത് വെച്ച് ഞാൻ ചോദിച്ചാലേ. So what we say is, പണ്ട് നമ്മൾ പറയുമായിരുന്നല്ലോ horizontal lines കൊടുത്താൽ തടി കൂടുതൽ തോന്നും, vertical lines കൊടുക്കണം. Whoever comes in, whoever walks in, we just say that you just know your purchase. That is where it's coming from, how it's made, what it's made of. Okay. Those 3 things. So we give a small handwritten note explaining what it is. Rest is your confidence. That's what we say. No, ഇത് എന്നെ പോലുള്ള പലർക്കും ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ. നമ്മളിതൊക്കെ പറയല്ലേ, പക്ഷേ still the first thing that I look is when I drip a saree, first thing ഞാൻ എൻ്റെ വീട്ടിൽ മമ്മിയുടെ ഒക്കെ ചെയ്യും, ഇത് എടുത്തിട്ട് ഭയങ്കര വേണം തോന്നുന്നു, വെളിഞ്ഞു തോന്നുന്നു ചോദിക്കുമ്പോൾ. And second thing, normal question. just to add on, handloom sarees are not always stiff and cottons മാത്രല്ല handloom. Alright. There are different kinds of handlooms. Handlooms can be as flowy and as silky, you know. ആ ഒരു ഇപ്പോൾ നമ്മൾ ജോർജറ്റ് കൊടുക്കുന്ന പോലത്തെ ഹാൻഡ്ലൂംസും ഉണ്ട്. Okay, അത് I didn't know. This I didn't know. I had this in my mind that handlooms it should hard, or like, you know, it's stiff and starch ഒക്കെ ഇട്ട്. Exactly. So എൻ്റെ മനസ്സിൽ അതാ കിടക്കുന്നത്. Shruti, when you said that you make this, say for example this one saree, like, can you explain to me and to our viewers how this is made exactly? What type of weaves and what are the dyes? I do not know how to ask you this, but what are the dyes and what are the paints and So this is a very special saree. Like the brand says, its brand is kalamkari. Okay. So there are 2 kinds of kalamkari. One is block printed kalamkari and another one is pen kalamkari. So there are 2 types. So one is Srikalahasti and one is Machilipattanam. So there are different kinds of kalamkari, and of which this is pen kalamkari. All right. Okay. Appam ee particular saree is a Mangalgiri missing checks. If you see, there are ഒരു ചെക്സ് പോലെ കണ്ടോ, മിസ്സിംഗ് വീവ് ആണത്. സോ ദിസ് ഇസ് മംഗൽഗിരി മിസ്സിംഗ് ചെക്ക് സാരി. അതായത് ഈ വീവ് ഇവിടെ ഗ്യാപ്പ് ഇട്ട് വീവ് ചെയ്യുന്ന ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു മിസ്സിംഗ് ലൈൻസ് ഉണ്ട് അതിനകത്ത്, അതുകൊണ്ടാണ് ആ ചെക്സ് പോലെ തോന്നുന്നത്. ഓക്കെ, ആ ബേസ് ഫാബ്രിക്കിന്റെ മുകളിൽ ബ്ലോക്ക് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദ ഡൈ, ദിസ് പെർട്ടിക്കുലർ ഡൈ ഇസ് ഇൻഡിഗോ, വിച്ച് ഇസ് എ നാച്ചുറൽ കളർ. ബ്ലോക്ക് പ്രിന്റ് ചെയ്തേക്കുന്നത് രാജസ്ഥാനിലെ ആർട്ടിസാൻസ് ആണ്. ആൻഡ് ദ പല്ലു ആൻഡ് ദ ബ്ലൗസ് വിൽ ബി ലെഫ്റ്റ് പ്ലെയിൻ. And then the saree is sent to Srikalahasti in Andhra, wherein our artisans, pen kalamkari artisans draw. This is fully hand painted. Okay. And what's the paint that's being used there? This is all natural dye. Natural. No, it's not fabric. Yeah, it's all natural dyes, and it goes through around 10 to 12 stages. അങ്ങനെയാണ് ഇതിന്റെ ഈ ബ്ലാക്ക് കാണുന്ന ഔട്ട്ലൈൻ ആദ്യം വരയ്ക്കുന്നു, പിന്നെ ഓരോ കളർ ഫില്ല് ചെയ്യുന്നു. ആൻഡ് ഓരോ കളറും ഇപ്പൊ ഈ കാണുന്ന റസ്റ്റ് കളർ ഇസ് ശർക്കരയും അയണും, അതിന്റെ റസ്റ്റ് ആണ് ഈ റെഡ് ഉപയോഗിക്കുന്നത്. ശർക്കരയും അയൺ, നമ്മുടെ നോർമൽ ശർക്കര നമ്മള് അത് അയൺ റസ്റ്റ് ആവുമല്ലോ വെള്ളത്തിൽ എടുക്കുമ്പോ, അതിന്റെ ഡൈസ് ആണ് ഈ റസ്റ്റ് കളർ, ഒരു റെഡ്. അതുകൊണ്ടാണ് അത് അതിന് ഓരോ കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ബോയിലിംഗ് പ്രോസസ് ഉണ്ട്. ബോയിലിംഗ് പ്രോസസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇത് സ്മെൽ ചെയ്താൽ അറിയാം, ഇതിനൊരു പാലിന്റെ ഒരു ഗീന്റെ മണം ഉണ്ടാവും. സീരിയസ്ലി, ഇറ്റ്സ് ട്രീറ്റഡ് ഇൻ ബഫലോ മിൽക്ക്. ഓക്കെ, അങ്ങനെയാണ് പെൻ കലംകാരി. ഇറ്റ് ഗോസ് ത്രൂ അറൌണ്ട് 10 to 12 സ്റ്റേജസ് ഓഫ് പെയിന്റിംഗ് ആൻഡ് യു നോ ഫിക്സിംഗ് ദ കളർ. ഇതിപ്പോ നിങ്ങൾ മെഷീൻ വാഷ് ചെയ്താൽ പോലും ഈ കളർ പുറത്തേക്ക് വരില്ല. ഇത് നരയ്ക്കോ, ലൈക്ക് ഫാബ്രിക് നരയ്ക്കോ?
ഇതില് നമ്മളൊരു സർട്ടൻ കെയർ എടുക്കണം ഹാൻഡ്ലൂമിന്. Right. കാരണം നമ്മളിപ്പം മെഷീൻ വാഷ് ചെയ്താലൊന്നും കുഴപ്പമുണ്ടെന്നല്ല, പക്ഷെ എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ കെയർ ഇടണം. വേണം, correct, yeah. ബിക്കോസ് ഇതൊരു മെഷീനിൽ ഉണ്ടാക്കുന്ന സാധനമല്ല. അപ്പൊ നമ്മളൊരു ഡെലിക്കേറ്റിൽ മെഷീൻ വാഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഡെലിക്കേറ്റ് വാഷിലിടുക. ഒരു 3 to 4 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക. ഡ്രൈ ക്ലീൻ ഒരിക്കലും ചെയ്യാതിരിക്കുക. എപ്പോഴും സൺ ഡ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ സർട്ടൻ പ്രൊസീജിയേഴ്സ് നമ്മൾ എപ്പോഴും പറയും. ഇപ്പൊ നമ്മൾ വാർഡ്രോബിൽ വെക്കുന്ന സാരികളാണെങ്കിലും വി ഗോ ത്രൂ, നമ്മളുടെ ടീം നമ്മളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നമ്മളൊരു അവയർനെസ് ചെയ്യും. അതായത് സാരീസ് ഒരിക്കലും ഡ്രൈ ക്ലീൻ ചെയ്യരുത്. You just have to air it. Okay. It has to breathe. So Shruti, we would love to hear your story. Like, how did you reach to this point? Idipo one day il vannalla, it was not built in a day nalla, we all know. So I would like to get the story. Shruti, basically from Cochin ano, ado you're from somewhere else? I'm from Thrissur actually. You're from Thrissur. Yeah. Okay. പഠിച്ചതൊക്കെ തൃശ്ശൂർ തന്നെ? തൃശ്ശൂരും ബാക്കി കേരളത്തില് കോട്ടയത്തും അവിടെ ഇവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്. Okay. യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പാസ് ഔട്ട് ചെയ്തത്. പിന്നെ But then if you had this textile thing in your mind, ശ്രുതി ആദ്യം പറഞ്ഞ പോലെ I was always into textile, like എനിക്ക് അതായിരുന്നു ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് പിന്നെ why did you said you had gone for mass communication, right? Yeah. But why did you go for mass communication then? Textile was never, I've never thought that I would be in textile. ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങുന്ന But it was always there in your passion, right? Yes, that was one of them. I was always been ഒരു ക്രിയേറ്റീവ് പേഴ്സൺ ആണ്. എനിക്ക് വരയ്ക്കാനും അതൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ്. അപ്പോൾ I wanted to be ഒരു ഡിസൈനും അങ്ങനത്തെ എന്തെങ്കിലും NID-ലോ അങ്ങനെ എന്തെങ്കിലും പഠിക്കണം എന്നായിരുന്നു. But later I think it just happened that, you know. No, but then why, my question is then why did you go for mass communication? അതെങ്ങനെ അങ്ങനെ സംഭവിച്ചെന്നൊരു curiosity. I don't know, maybe because I did literature. അപ്പൊ എനിക്ക് വായിക്കാനും ഇതൊക്കെ ഇഷ്ടമാണ്. Mass communication was your choice? Yes, yeah, mass communication was my choice. I somehow liked the field of advertising. അതും ഇഷ്ടമായിരുന്നു. And because it involves a little bit of creative things, അപ്പം it was my choice. I did my advertising, I finished it. And then the first thing that I did was ഒരു in-flight magazine, ഒരു Afghanistan based ഒരു airline വേണ്ടി ഒരു in-flight magazine ഒക്കെ കുറച്ച് നാൾ ചെയ്തിരുന്നു. Okay. And then since I was living in Dubai then, the Indian market, the fashion market was a little dull, as in അവിടെ ഒരു മീന ബസാറും കാര്യങ്ങളൊക്കെ ഉണ്ട് which caters to a different kind of fashion, like, you know, a lot of bling and georgettes and things like that. So I've always been a lover of Fab India, kind of our line of handlooms and handcrafted stuff. Very small scale ഒരു trunk show ആയിട്ട് തുടങ്ങിയതാണ് കലംകാരി. Okay. And then I ended up in around 100 plus trunk shows. So you worked for this magazine എന്ന് പറയുന്നത് ദുബായിലാണോ വർക്ക് ചെയ്തത്? അതെ. ദുബായ് തന്നെ വർക്ക് ചെയ്യാണ്. അപ്പൊ ആ വർക്ക് ചെയ്തതിന്റെ ഇടയ്ക്കാണ് you saw this ഈ ടെക്സ്റ്റൈലിന്റെ. Yeah, that's because my own need was not being catered to. Okay. So then you said ഞാനെന്നാ ഇതിലേക്ക് തിരിയട്ടെ എന്ന്. Yeah, because my husband is a businessman. Okay. അപ്പം I was just, you know, ഒരു regular ഒരു conversationൽ വന്ന ഒരു idea ആണ്. He said, why don't you do it? But I don't come from a business background. I have never even thought about it. Okay. But I was a little bit reluctant. But that's when he said, why don't you do some shows and see how it goes? Actually the response was a little, as in friends and family എല്ലാവരും പറഞ്ഞു, when you're living abroad, nobody would want to wear Indian clothes. Everybody would want to try Western. And there are a lot of brands in Dubai. ദുബായിൽ എന്താ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ ആവശ്യമില്ല. ഇറ്റ് വാസ് എ ലിറ്റിൽ എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞ് ഡിസ്കറേജ് ചെയ്യുക ചെയ്തത്. കഴിഞ്ഞ് ഒരു ഷോ കഴിഞ്ഞു, പിന്നെ സെക്കൻഡ് ഷോ ചെയ്തു, അങ്ങനെ ഒരു 120 ഷോസ് ചെയ്തു. ഈ ഷോസ് ചെയ്തു എന്ന് പറയുന്നത് എവിടെ എങ്ങനെ ചെയ്തു എന്ന് പറയാമോ? ലൈക്ക് എക്സിബിഷൻസ് ആയിട്ട് വെച്ചോ? ട്രങ്ക് ഷോസ് ആയിട്ട്. അപ്പോൾ ഐ കം ഡൗൺ ടു ഇന്ത്യ. At that point I used to travel every 2 weeks. I used to come down to India and I used to gather all the stock to a particular area. ഇപ്പോൾ ബോംബെ ആണെങ്കിൽ ബോംബെ അല്ലെങ്കിൽ ചെന്നൈ അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയയിലേക്ക് I talk to all the artisans and bring the products there. I personally come down, check everything. From where did you come to know that there are these artisans here, there? There was a lot of research. You did a lot of research on that. I did. A lot of research because അന്ന് ഒരു 15 years മുന്നേ ഇപ്പൊ കാണുന്ന പോലെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് ആർട്ടിസാൻസിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ if you type അജ്രക് you will find a lot of people doing അജ്രക്. അന്ന് അങ്ങനെയല്ല. nobody knew അജ്രക് even other than ഒരു ഫാബ് ഇന്ത്യയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് ആൾക്കാർക്കല്ലാണ്ട്. It was very difficult. I used to go down the grassroots level. I used to talk to people. I used to go through agents.
But why do you think they won't be ready to do it for you? Because you are going to sell their product. Correct. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരുടെ ഒരു അവർ എവറിഥിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രസ്റ്റ് ദാറ്റ് ദേ ഗെയിൻ. അവർക്ക് ആദ്യം തന്നെ അറിയണം ഇത് പൈസ കൊടുക്കുമോ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യിപ്പിക്കുമോ, അതോ അവരെ യൂസ് ചെയ്യുന്നതാണോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അവർക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവരോട് ക്രിയേറ്റ് ചെയ്യാൻ പറയുമ്പം അഫ്കോഴ്സ് നമ്മൾ അതിന് പൈസ കൊടുത്തിട്ടല്ലേ ചെയ്യുന്നത്, അതോ അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടാലേ കൊടുക്കുള്ളൂ? അല്ല, നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതില് ചില സമയത്ത് പൈസ കൊടുത്തിട്ട് ചെയ്തു തരാത്ത സമയങ്ങളുണ്ട്, ബിക്കോസ് അവർക്ക് അവരുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫറെന്റ്. ഇറ്റ്സ് നോട്ട് ദ ലൈഫ് ദാറ്റ് യു സീ ഹിയർ. ഇറ്റ്സ് വെരി വെരി ഡിഫറെന്റ്. സോ റൈറ്റ് നൗ ഐ സപ്പോർട്ട് അറൌണ്ട് 120 clusters and their families. Okay. But there is a lot of work behind screen, like you know, I tell my team like June May ആവുമ്പോഴത്തേക്കും I have a lot of responsibility. ജൂണിൽ എൻ്റെ വ്യൂവേഴ്സിന് കുട്ടികളൊക്കെ സ്കൂളിൽ പോവാണ്. അപ്പോൾ we have to pick up stuff from them, make sure that they have raw materials, make sure that their kids are going to school. Yeah, there's a lot of 15 years social responsibility is very important. Like ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പം നമ്മൾക്ക് നല്ല വീവ് കിട്ടുക മാത്രമല്ല, നമുക്ക് ആ നമ്മളുടെ ഒരു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ആക്ച്വലി. ഇത് ഭയങ്കര രസമാണ് ഇത് കാണാനും ഇത് വെയർ ചെയ്യാനും ഒക്കെ നല്ല അത്രയ്ക്ക് ബ്യൂട്ടി ഉള്ള ഒരു ക്രിയേഷനാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കൂടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയിൽ യു നീഡ് ടു സപ്പോർട്ട് ദീസ് പീപ്പിൾ ഓൾസോ. അതർവൈസ് they will not be there in future. For say you take a 5 years from today, മുമ്പോട്ട് ഇവരൊക്കെ എത്ര പേര് കാണും, ഇങ്ങനെ ഒരു ആർട്ടിന് എത്രയും കാണും എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. Their women, അവിടെയുള്ള വിമൻ, do they drape the same thing? That's very ironical. They don't because they ഇത്രയും cannot pure afford. ആയിട്ട് അവർ തന്നെ ഉണ്ടാക്കി എടുക്കുമ്പം അവർക്കത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് that's very ironical because നമ്മൾ ഇപ്പം ക്ലസ്റ്റേഴ്സ് വിസിറ്റ് ചെയ്യുമ്പോൾ കാണാം എല്ലാവരും മറ്റേ ജോർജറ്റ്സും പ്രിന്റഡ്സ് അങ്ങനത്തെയൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയും അവര് എന്താ പറയാ, ചിലപ്പോൾ ഒരു വർഷം ഉണ്ടാക്കിയ പൈസയിൽ നിന്ന് ഒരു സാരിയൊക്കെ ആയിരിക്കും മാറ്റി വെക്കുന്നത് വൈഫിന് വേണ്ടിയിട്ട്. അപ്പോൾ പറയും ഒരു ഉഗാദി വരാൻ കാത്തിരിക്കുകയാണ്, ഒരു സാരി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഭാര്യയ്ക്ക് കൊടുക്കാന്ന്. അപ്പോൾ ദാറ്റ്സ് ഓൾ ദാറ്റ് ദേ ക്യാൻ അഫോർഡ്. അപ്പം ഹാൻഡ്ലൂംസ് ആർ ഓൾവേസ് എക്സ്പെൻസീവ് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ലേബർ ആൻഡ് കോസ്റ്റ്. ഐ മീൻ റോ മെറ്റീരിയൽസും എല്ലാം എക്സ്പെൻസീവ് ആണ്. ശ്രുതി, ഇവിടെ നമ്മുടെ കേരളത്തില് അല്ലെങ്കിൽ കൊച്ചിയില് ഇതുപോലെ വീവേഴ്സ് ഉണ്ടോ? ഉണ്ട്. കേരളത്തില്. അപ്പൊ അവര് വീവ് ചെയ്യുന്ന എന്താണ് ആക്ച്വലി? ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഓരോ സ്റ്റേറ്റിനും ഓരോ വീവിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ അതിനെന്താ പറയുന്നത്, ആ വീവിംഗ് എന്താ പറയുന്നത്? കേരളത്തിൽ മെയിൻ ആയിട്ട് വീവ് ചെയ്യുന്നത് നമ്മൾ ട്രഡീഷണൽ കേരള കസവാണ്. കേരള കസവ് സാരി സെറ്റും മുണ്ട് അതൊക്കെ വീവ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് മുണ്ടുകള്, കൈത്തറി മുണ്ട്, ജെൻസ് മുണ്ട്, കാവിമുണ്ട്, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ വീവ് ചെയ്യുന്നുണ്ട്. അതെവിടെയാ കേരളത്തിൽ എവിടെയൊക്കെ? ഇപ്പൊ നമുക്ക് കൊച്ചിനില് ചേന്നമംഗലം ഉണ്ട്, എറണാകുളം ഡിസ്ട്രിക്റ്റില് ചേന്നമംഗലത്ത് ഒരു ക്ലസ്റ്റർ ഉണ്ട്, കുത്താമ്പള്ളിയിലുണ്ട്, തൃശ്ശൂർ പാലക്കാട് ബോർഡർ, കണ്ണൂർ ക്ലസ്റ്ററിൽ വീവിംഗ് നടക്കുന്നുണ്ട്. കണ്ണൂർ ക്ലസ്റ്ററിൽ കുറച്ചും കൂടി വ്യത്യാസമാണ്, കുറച്ച് കോട്ടൺ സാരീസും, കണ്ണൂർ കാസർഗോഡ് ആ ബെൽറ്റില്. പിന്നെ ബാലരാമപുരം കൈത്തറി, അവിടെയും കസവ് മുണ്ടുകളും സാരികളൊക്കെ നെയ്ത്തുണ്ട്. പക്ഷെ ഇപ്പം നമ്മളിപ്പം പറഞ്ഞ അനുസരിച്ച് നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ ഹാൻഡ്ലൂംസും ഇതുപോലത്തെ കാര്യങ്ങൾ മേടിക്കുന്ന ആൾക്കാർ കുറവാണ്. സോ അത്രയും കുറവാകുമ്പം ഇവർക്ക് ഇവിടെ ഈ വീവിങ് ഇത് ചെയ്യുന്ന അവർക്ക് ഏതെങ്കിലും വിധത്തിൽ അവർക്ക് ജീവിക്കാൻ ഒരു ഇതാണോ? അത് ആക്ച്വലി ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. കേരള കൈത്തറി is largely dependent on ഓണം ആൻഡ് വിഷു ബിസിനസ് ആണ്. ബിക്കോസ് കസവ് നമ്മൾ ഉടുക്കുന്നത് ഓണത്തിനും വിഷുവിനാണ്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സീസണൽ ബിസിനസ് ആണ് അവർക്ക്. അപ്പൊ ത്രൂ ഔട്ട് ദ ഇയർ അവർക്ക് വർക്കില്ല. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് ഇപ്പൊ ചില ക്ലസ്റ്റേഴ്സിൽ ഹാൻഡ്ലൂം, ഐ മീൻ യൂണിഫോംസ്, ഒരു ഗവൺമെന്റിന്റെ റൂൾ വന്നല്ലോ യൂണിഫോംസ് ഹാൻഡ്ലൂം ആക്കണം ആഴ്ചയിൽ. അപ്പൊ അങ്ങനെ ഹാൻഡ്ലൂംസ് യൂണിഫോം ഫാബ്രിക്സ് വീവ് ചെയ്യുന്നവരുണ്ട്, തോർത്ത് നടക്കുന്നുണ്ട്, മുണ്ട് നടക്കുന്നുണ്ടാവും.
പക്ഷേ ഇത് ത്രൂ ഔട്ട് ദ ഇയർ അല്ല, എസ്പെഷ്യലി കോവിഡും കൂടെ കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വീവിങ് വിട്ട്. ഇപ്പൊ ഞങ്ങളുടെ കുത്താമ്പള്ളിയിലാണ് എൻ്റെ കേരള കൈത്തറി പ്രോജക്റ്റ് നടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വീവേഴ്സിൽ ഒരു 60% വീവേഴ്സും ജോലി വിട്ട് വേറെ ഇതിലേക്ക് പോയി. ഒരുപാട് പേര് ഓട്ടോ ഓടിക്കാനും സൂപ്പർ മാർക്കറ്റിലും അതും ഇതും അങ്ങനെ പല ജോലികളായിട്ട് മാറിപ്പോയി. അത് ഭയങ്കര ഡിപ്രസിങ്. കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിപ്രസിങ്. ഇത്രയും കല കയ്യിലിരുന്നിട്ട് അവർക്ക് അതുകൊണ്ട് സർവൈവ് ചെയ്യാൻ ഒക്കുന്നില്ല എന്ന് പറയുന്നത്. സ്കിൽ ലേബേഴ്സ് ഇല്ല ഇപ്പോൾ വീവ് ചെയ്യാനായിട്ട്, വളരെ കുറവേ ഉള്ളൂ. പക്ഷെ കുത്താമ്പള്ളിയിൽ നമ്മുടെ കേരള കൈത്തറി പ്രോജക്റ്റ് നടത്തുന്നത് ഒരു ചെറിയ പയ്യനാണ്, വിച്ച് ഇസ് എ വെരി എന്താ പറയുക, ഒരു പോസിറ്റീവ് ന്യൂസ് ആണത്. ബിക്കോസ് ചെറിയ ഇപ്പൊ യങ് ജനറേഷൻ ഒരിക്കലും ഇതിലേക്ക് വരില്ല, അവരാരും റെഡിയല്ല അത് ചെയ്യാനായിട്ട്. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു 6-7 വർഷം മുന്നേ കുത്താമ്പള്ളിയിൽ ഈ ഒരു ഐഡിയ ആയിട്ട് ചെല്ലുമ്പോൾ ഞാൻ ഈ കുട്ടിയുടെ അച്ഛനെയാണ് ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുന്നതൊക്കെ. അപ്പം അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് ഇവിടെ ഒരു IT കമ്പനിയാണ്, അപ്പം മോനൊരു ജോലിയാക്കി കൊടുക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഹസ്ബൻഡ് ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, ഇതാണ് നിന്റെ ബിസിനസ്, ദിസ് ഇസ് യുവർ വർക്ക്, പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ. He has been doing that for the last 6-7 years. ഇപ്പം അവൻ ഈസി ആയിട്ട് പറയും, ഞാൻ nearly 2 lakhs ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി. അപ്പം that's a success story അല്ലേ. So Shruti, we are going to wind up the show. So ശ്രുതിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഇപ്പം ഇത്രയും ശ്രുതി ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ശ്രുതിയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, what is that one message that you would love to give to the viewers? Like എല്ലാം കൂടെ ഒരു ക്യാപ്സൂൾ പരുവത്തിലാക്കിയിട്ട് something for our viewers. So I believe in a way of I believe in slow living. For me, last 13 years where Kalamkari grew, that's a journey of my life. I've evolved along with the brand. It's a lot of hard work. I've learned patience, ഒരു perseverance, ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഞാൻ ഇവോൾവ് ചെയ്തതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. So I started the brand in my early 20s. I'm also growing along with the brand. I think women are capable of doing anything and everything. It's just that they need a little bit of support. I think anything is possible for women. I started off from a very difficult environment, as in ദുബായിൽ ഒരു മലയാളി ഒരു സ്ത്രീക്ക് ഒരു ചെറിയൊരു ബ്രാൻഡ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് നിയർ ടു ഇമ്പോസിബിൾ. ഒരു 15 years മുന്നേ. That's where I started off. Then I moved to Kenya, which is an African market, wherein people were saying, Indian clothes in Africa. I survived in Nairobi. I came to Cochin. I'm still surviving. I think that's the key. You take it slow, everything will come to you, whatever is meant to be. Yeah. That was awesome. We've interviewed now, say, more than 45 people. So idinokke, like, you hear different stories, and ഓരോ person has something or the other to inspire us, and നമുക്ക് ഇൻസ്പയർ ആവുന്ന എല്ലാം അത് നമുക്ക് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരു ബെറ്റർമെൻറ്റിലേക്ക് ചെല്ലത്തേ ഉള്ളൂ. അങ്ങനെയാണ് ഇന്നത്തെ വണ്ടർ വുമന് നമുക്ക് പറയാനുള്ള നമ്മൾ കേട്ടു. പക്ഷെ വൈൻഡ് അപ്പിൽ the only thing that I would love to tell everyone is that നമ്മളുടെ values, നമ്മളുടെ traditions, you need to keep it. You need to like bring it up. ആൻഡ് പ്ലസ് നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് അത് പാസ് ഓൺ ചെയ്യണം എന്നുള്ള മസ്റ്റാണ്. ഇല്ലെങ്കിൽ ഇതെല്ലാം ഇല്ലാതായിപ്പോവും. പിന്നെ നമ്മൾ കംപ്ലീറ്റ് മറ്റ് കൺട്രീസിൻ്റെ വാല്യൂസ് അവർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു നേഷൻ ആയിത്തീരും. അതിന് പകരം നമ്മളുടെ വാല്യൂസ്, നമ്മുടെ കൾച്ചർ, നമ്മളുടെ എല്ലാ ട്രഡീഷൻസും നമ്മൾ ആദ്യം അറിയണം. ഈ പറഞ്ഞാൽ അത് എനിക്കിപ്പോൾ ഒരു കുറ്റബോധമുണ്ട്, എനിക്കും പലതും അറിയത്തില്ല. പക്ഷെ നമ്മൾ ആദ്യം അറിയണം, അത് നമ്മളുടെ ജനറേഷന് പാസ് ഓൺ ചെയ്യുകയും ചെയ്യണം. കാരണം ദേ ഹാവ് ബ്രില്യൻറ്റ് ഐഡിയാസ്, ദേ വിൽ ഷോർലി ഡെവലപ്പ് ഓൾ ദിസ്. അതിൻ്റെ കൂടെ സേ നോ ടു പ്ലാസ്റ്റിക്, ട്രൈ ടു യൂസ് ലോട്ട് ഓഫ് ഓർഗാനിക് സ്റ്റഫ്. അത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായാലും നമ്മുടെ വാർഡ്രോബ് ആയാലും എവറിത്തിങ്. ഗോ ഫോർ മോർ നാച്ചുറൽ മെറ്റീരിയൽസ്, natural products, and say no to plastic. So with this, we wind up today's episode. This is me, Priya Jacob, signing off. So until we meet next, it's a bye from my side. Bye.